കോഴിക്കോട് പാലക്കാട് ഹൈവേയിലെ കൊണ്ടോട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഞാൻ അക്കഡക് ഭവിത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇരിക്കുന്നത് ബഷീർ ചുങ്കത്തറയുടെ കൂടെയാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഹലോ സർ. സർ, ഇതിൻ്റെ ഒരു തുടക്കം, ഈ ഒരു അക്കാദമിയുടെ തുടക്കം കാലഘട്ടത്തെ പറ്റി ഒന്ന് പറഞ്ഞുതരാൻ പറ്റും ഞങ്ങൾക്ക്? 1999 സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എന്ന പേരിലാണ് അത് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അന്നത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക, അതേസമയം മോയിൻകുട്ടി വൈദ്യർ പ്രതിനിധാനം ചെയ്യുന്ന മാപ്പിള കലകൾ, മാപ്പിളപ്പാട്ട്, മാപ്പിള കലകൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നാലും അതൊരു കേരളത്തിലെ നൂറുകണക്കിന് സ്മാരകങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. അപ്പോൾ ഈ സാംസ്കാരിക വകുപ്പിന് ചലച്ചിത്ര അക്കാദമി, സംഗീത നാടക അക്കാദമി, സാഹിത്യ അങ്ങനെ അക്കാദമികളുണ്ട്. അക്കാദമി കുറച്ചും കൂടി സ്റ്റാറ്റസ് കൂടിയ സ്ഥാപനങ്ങളാണ്. കുറച്ചും കൂടി സർക്കാർ ഗ്രാൻഡ് കൊടുക്കലും കുറച്ചും കൂടി ആക്ടിവിറ്റീസ് അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിലേക്ക് ഇത് 2013 ഇതിനെ മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി, മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി എന്ന സ്റ്റാറ്റസിലേക്ക് ഉയർത്തി. ഇപ്പോൾ ഇത് കേരളത്തിലെ 6 അക്കാദമികളുടെ ഒന്നാണ്. ഈ സാഹിത്യ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, അങ്ങനെ അക്കാദമികളുടെ മാത്രം ഭാരവാഹികളുടെ മീറ്റിങ്ങൊക്കെ വിളിക്കുമ്പം ഈ അക്കാദമിയുടെ സെക്രട്ടറിയിൽ പങ്കെടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു അതേസമയം മറ്റ് അക്കാദമികളെക്കാൾ വളരെ ചെറിയൊരു സ്ഥാപനമാണ്. മറ്റ് അക്കാദമികൾക്ക് വളരെ കോടികൾ ഫണ്ട് കൊടുക്കുന്ന വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കേരളം ഉണ്ടായ കാലം തൊട്ടേ ഒരു തുടക്കത്തിലേ ഉള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അവരൊക്കെ 50-ാം വാർഷികം 60-ാം വാർഷികമൊക്കെ ആചരിക്കും. നമ്മൾ 10-ാം വാർഷികം ആചരിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും ഈ മേഖലയിലെ മാപ്പിളകലകളെ പ്രതിനിധീകരിക്കുന്ന ഒരു അതോറിറ്റി ആയിട്ട് ഇന്ന് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്, ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഇതിൻ്റെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സ്മാരക ഗവേഷണ ഗ്രന്ഥാലയത്തിലാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒരു പൊതു വായനശാലയാണ്. ഇവിടുത്തെ പുസ്തകങ്ങൾ നമ്മൾ സാധാരണ വായനശാലത്തെ പോലെ ആളുകൾക്ക് വായിക്കുകയോ കൊണ്ടുപോയിട്ട് തിരിച്ചു തരുകയൊക്കെ ചെയ്യാം. പക്ഷേ തൊട്ടപ്പുറത്തുള്ളത് നമ്മളെ ഗവേഷണ ഗ്രന്ഥാലയമാണ്. അവിടെയുള്ളത് നമ്മൾ അപൂർവ പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് കൊടുക്കില്ല. നമ്മൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വരികയും അതിൻ്റെ കാര്യങ്ങൾ റെഫർ ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള ഫോട്ടോ കോപ്പി ഒക്കെ എടുത്ത് ഇവിടുന്ന് തന്നെ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്തുള്ളൊരു അപൂർവത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചരിത്രം ആദ്യകാലത്ത് ഈ മാപ്പിള സമുദായത്തിൽ ആർക്കും സ്വന്തം ഭാഷ അറിയില്ലായിരുന്നു. മാതൃഭാഷ ആർക്കും അറിയില്ലായിരുന്നു. അത് വലിയൊരു ചരിത്രമാണ്. അതിലേക്ക് നമുക്കിപ്പോൾ പോകേണ്ട കാര്യമല്ല. അത് പറഞ്ഞാൽ ഒന്നാമത്തെ മാപ്പിള സമൂഹം എന്ന് പറഞ്ഞാൽ അധസ്ഥിതരാണ് കൂടുതലും മതപരിവർത്തനം നടത്തി വന്നത്. അധസ്ഥിതർക്ക് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ കാരണം അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ സ്വന്തം മാതൃഭാഷേനെ അറിയില്ലായിരുന്നു. അപ്പോൾ അവർ മതം പഠിക്കാൻ വേണ്ടി ഈ ഖുർആൻ ഓതാനൊക്കെ വേണ്ടി അറബി പഠിച്ചു. അറബി അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി, അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടല്ല, അത് ഖുർആൻ ഓതുക എന്നുള്ള മതപരമായതിനു വേണ്ടി. അപ്പോൾ പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭാഷ വേണം. അപ്പോൾ മലയാള ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും പഠിപ്പിക്കുന്നതിനേക്കാൾ സൗകര്യമാണ് അറബിയിലെ അക്ഷരങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അറബി മലയാളം. അപ്പോൾ ഈ അറബി മലയാളത്തിലാണ് മോയിൻകുട്ടി വൈദ്യർ അടക്കമുള്ള എല്ലാവരും ആദ്യകാലത്ത് എഴുതിയിട്ടുള്ളത്. മോയിൻകുട്ടി വൈദ്യർക്ക് സംസ്കൃതം അറിയായിരുന്നു, തമിഴ് അറിയായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് അറിയില്ല, പക്ഷേ അതേസമയം അങ്ങനത്തെ ഒരുപാട് ഭാഷകൾ അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ അദ്ദേഹം എഴുതിയത് മലയാളം അറിയായിരുന്നു, പക്ഷേ മലയാളത്തിലല്ല എഴുതിയത്. കാരണം മലയാളം അന്നത്തെ അദ്ദേഹത്തിന് സംവദിക്കാനുള്ള സമൂഹത്തിന് അറിയില്ല. മനസ്സിലായി. കൂടുതൽ ആളുകളുമായി അറിയാവുന്ന അറബി. അപ്പോൾ അറബി മലയാളത്തിലെ അയാളെ കാവ്യങ്ങൾ അറബി മലയാളത്തിലാണ്. അപ്പോൾ ഈ അറബി മലയാളത്തിലുള്ള 1500 അപൂർവ ഗ്രന്ഥങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി മാർക്കറ്റിൽ കിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ശേഖരിക്കുകയും അത് ഞങ്ങളിപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാതെ തന്നെ അത് ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കിയിരുന്നു. നമ്മളെ സൈറ്റിൽ കയറിയിട്ട് ചിലത് നമുക്ക് ചില പേയ്മെൻറ്റ് നടത്തേണ്ടി വരും, അല്ലാതെ നേരിട്ട് കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ 1500ഓളം അറബി മലയാള ഗ്രന്ഥങ്ങൾ ശേഖരിക്കപ്പെടുകയും അതിവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഒരു വലിയൊരു അസറ്റായിട്ട് പ്രയോജനപ്പെടുന്നതുകൊണ്ട് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും വളരെ അപൂർവമായിട്ട് വിദേശത്തുനിന്നും ഇവിടെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ചില ഭാഷാ പഠനത്തിൻ്റെ പകരം അമേരിക്കയിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ, വലിയ സംഘമല്ല, ഒറ്റപ്പെട്ട ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഈ ലൈബ്രറി. അതേപോലെ ഇത് മോയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ അറബി മലയാളത്തിൽ നിന്ന്
മലയാളത്തിലേക്ക് സാധാരണ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതിനെ ഈ അറബി മലയാളത്തിലെ വേർഷനും മലയാളം വേർഷനും അതിൻ്റെ അന്നത്തെ കാലത്തെ ഭാഷയായതുകൊണ്ട് മലയാളത്തിൽ എഴുതിയാൽ പോലും അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലത്തെ അടക്കമുള്ള 3 വോള്യമായിട്ട് ഈ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ 2ാം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മാർക്കറ്റിൽ ഉണ്ട്. ആ ബുക്കിൻ്റെ പേരെന്തായിരുന്നു? മോയിൻകുട്ടി വൈദ്യർ സമ്പൂർണ്ണ കൃതികൾ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ സമ്പൂർണ്ണ കൃതികൾ. ഇത് 3 വോള്യങ്ങളായിട്ട് ഈ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഈ മേഖലയിൽ വലിയൊരു സംഭാവനയാണ്. അതോടുകൂടിയിട്ടാണ് ശരിക്ക് നമ്മൾ ആദ്യകാല മലയാള സാഹിത്യ ചരിത്രത്തിലൊന്നും ഈ മോയിൻകുട്ടി വൈദ്യർ ആരും അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാൻ പൊതുസമൂഹത്തിന് പറ്റില്ല. ഇത് മലയാളം വെർഷൻ വന്നതിന് ശേഷം മാത്രമാണ് ഇത് നമുക്ക് ഈ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവന് ഒരുക്കിയത് ഈ സ്ഥാപനമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറമെ തന്നെ ഇവിടെ മാപ്പിള കലകൾ, അതായത് മാപ്പിളപ്പാട്ട്, ഒപ്പന, കോൽക്കളി, ഇതിനൊക്കെ ഇവിടെ കോഴ്സുകൾ നടത്തണം. അപ്പം ഇപ്പോൾ ഈ വർഷം ഇപ്പം മാപ്പിളപ്പാട്ടിലെ 3 ബാച്ച് ഇവിടെ പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ കോഴ്സ് പറഞ്ഞാൽ സാധാരണ കോളേജ് പോലെ എല്ലാ ദിവസവും ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കും സൗകര്യം പ്രമാണിച്ച് നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രം 3 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതിപ്പോൾ ഒരു 1ാം വർഷ കോഴ്സും 1ാം വർഷ ബാച്ചും 2ാം വർഷ ബാച്ചും പിന്നെ ഒരു ഹിന്ദുസ്ഥാനി രാഗപരിചയം, മാപ്പിളപ്പാട്ടുമായി വളരെ ഇഴചേർന്ന് പോകുന്ന ഒരു ശാഖയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അപ്പോൾ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ പരിചയപ്പെടുന്ന ഒരു കോഴ്സ്. അങ്ങനെ 3 കോഴ്സിലെ ഇവിടെ 120ഓളം വിദ്യാർത്ഥികൾ ഇവിടെ കോഴ്സ് പഠിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ അതൊരു 3 വർഷത്തെ കോഴ്സ്, 2 വർഷത്തെ കോഴ്സൊക്കെ ആയിട്ട് അതിന് നമ്മൾ സർട്ടിഫിക്കറ്റും പരീക്ഷയൊക്കെ നടത്തുന്ന ഒരു ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങൾ ഒരു വർഷത്തിലൊരിക്കൽ അവധിക്കാലത്ത് ഈ താല്പര്യരായ ആളുകൾക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിക്കും. 10 ദിവസമോ 5 ദിവസമോ സമ്മർ ക്യാമ്പ്സ് പോലെ. അത് ഈ മാപ്പിളകലകളിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള ഫാക്കൽറ്റീസിനെ കൊടുക്കുന്നു. തൽപരരായ പഠിതാക്കളും എല്ലാ ഭാഗത്തുനിന്നും പേപ്പറിലൊക്കെ അനൗൺസ് ചെയ്തിട്ട് അവരാ വരിക. എന്നിട്ട് 100 ആളൊക്കെ വരുന്ന ബാച്ചൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ രാവും പകലും ഇവിടെ ക്യാമ്പ് ചെയ്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഞങ്ങൾക്ക് പബ്ലിക്കേഷൻ ഉണ്ട്. ഒരു നമ്മൾ 43 പുസ്തകങ്ങൾ ഇപ്പോൾ ഈ മാപ്പിള കലകളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ആക്ടിവിറ്റി, ഈ മേഖലയിൽ പ്രവർത്തന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സമഗ്ര സംഭാവനക്കുള്ള മോയിൻകുട്ടി വൈദ്യർ അവാർഡ് എന്നുള്ള 50,000 രൂപയുള്ള ഒരു അവാർഡ് മാത്രമേ കൊടുക്കലുള്ളായിരുന്നു. ഈ വർഷം 2023 10ാം വർഷം പ്രമാണിച്ച് നമ്മൾ ഒരു ദശവാർഷികം പ്രമാണിച്ച് നമ്മൾ എല്ലാ കലകൾക്കും ഇപ്പോൾ സാഹിത്യ അക്കാദമി ഇപ്പോൾ ചെറുകഥക്ക്, നോവലിന്, യാത്രാബന്ധന കൊടുക്കുന്നത് പോലെ മാപ്പിളപ്പാട്ട്, ഒപ്പന, കോൽക്കളി, ദഫ്, ഇങ്ങനെ വിവിധ മാപ്പിള കലകൾക്കുള്ള അക്കാദമി അവാർഡുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഈ വർഷം 7 ആൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ എല്ലാ വർഷവും നടത്തുന്ന വലിയൊരു ഉത്സവമുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ തുഞ്ചൻ ഉത്സവം പോലെ ഒരു വൈദ്യർ മഹോത്സവമുണ്ട്. അതൊരു 5-6 ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ അതായത് കാലത്തെ സാഹചര്യമനുസരിച്ച് 10 ദിവസം വരെ നീണ്ട കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ സെമിനാറുകളുണ്ടാവും, കലാപരിപാടികളുണ്ടാവും, പിന്നെ മാപ്പിള കലകളല്ലാത്ത കലകൾ അവതരണം ഉണ്ടാവും, നാടകം ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവാം. അപ്പോൾ അതിപ്പോൾ മിക്കവാറും ഈ മെയ് മാസത്തിൽ ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആലോചന നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളുമായി സഹകരിച്ചിട്ട് നമ്മൾ മറ്റ് അക്കാദമിയുടെ അത്ര സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാമ്പത്തിക ശേഷിയുള്ള സ്ഥാപനങ്ങളെ സമീപിക്കും. സാഹിത്യ അക്കാദമിനെ, ചലച്ചിത്ര അക്കാദമിയോട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പി ഭാസ്കരൻ്റെ ജന്മശതാബ്ദി ഒരു വലിയ പരിപാടി ഇവിടെ നടത്താൻ നമുക്ക് സഹകരിച്ച് നടത്താമെന്ന് പറഞ്ഞാൽ അവർ ഫണ്ട് അവർ തരും. ഞങ്ങൾ സംഘടിപ്പിക്കും. ഞങ്ങളതിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അങ്ങനെ സാംസ്കാരിക സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ മറ്റു സംഘടനകൾ. ഇപ്പോൾ അറബി അധ്യാപകരുടെ ഒരു സംഘടന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും 170 അധ്യാപകർക്ക് ഇവിടെ 2 ദിവസത്തെ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അവർ ചിലവൊക്കെ അവരാണ് വഹിച്ചത്. പക്ഷേ ഫാക്കൽറ്റി നമ്മൾ കൊടുത്തു. അതിൻ്റെ പേയ്മെൻറ്റും അവർ തന്നെ കൊടുക്കുന്നത്. പക്ഷേ എന്നാലും നമ്മളെയാണ് അതിൻ്റെ സെലക്ഷൻ ഓർഗനൈസ് ചെയ്യുന്നു. നമ്മളതിൻ്റെ അവരെ മോണിറ്ററിങ് നടത്തുന്ന ക്യാമ്പ്, അതിൻ്റെ പുറമെ നമ്മളെ വക നമ്മളെ പരിശോധനയൊക്കെ നമ്മളെ സൂപ്പർവിഷനിലാണ് ആ പരിപാടി നടത്തുന്നത്. എല്ലാവർക്കും നമ്മൾ അക്കാദമിക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ശരിക്കും ഇപ്പോൾ ആഗസ്റ്റ് 1-നാണ് ഇതിൻ്റെ 10ാം വാർഷികം നമ്മൾ ആചരിക്കാൻ തീരുമാനിച്ചത്. അത് കേരളത്തിനകത്തും പുറത്തൊക്കെ ഉള്ള പരിപാടികൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 10ാം വാർഷികം പ്രമാണിച്ച് ആഗസ്റ്റ് 1-ന് തുടങ്ങിയിട്ട് ഇപ്പം 37 പരിപാടികളായി കഴിഞ്ഞു.
അതിൽ എല്ലാം ഇവിടെയൊന്നുമല്ല, പല സ്ഥലങ്ങളിലായിട്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മൾ കൽക്കത്തയിലെ ഒരു പരിപാടി അവിടുത്തെ ഒരു മലയാളി അസോസിയേഷനായി സഹകരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അവർ സഹകരിക്കുക, അവിടെ നമ്മൾ രണ്ടോ മൂന്നോ ആൾക്കാരുടെ സംഘം ഇവിടുന്ന് പോകും, അവിടുത്തെ ആളുകളെയും കൂടിയിട്ട് അവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കും. നമ്മളിവിടുത്തെ ആളുകൾ പോയിട്ട് ചിലപ്പോൾ കലാപരിപാടി അവതരിപ്പിക്കുന്ന ആളുകളുണ്ടാവും, പിന്നെ ടോക്കും ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കേരളത്തിൻ്റെ പുറത്തേക്കും അത് വ്യാപിക്കുകയാണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കായൽപട്ടണത്തിലുള്ള ഒരു കലാ ടീമിനെ ഇവിടെ കൊടുക്കുന്ന അവരുടെ അവിടുത്തെ കലാപരിപാടികൾ അവർക്ക് മാപ്പിള കലകളെ പോലത്തെ കലകൾ അവർക്കുണ്ട്. അവിടുത്തെ ഒപ്പന, അവിടുത്തെ കോൽക്കളിയൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. ഇനി അതുപോലെ ഇവിടുത്തെ ഒപ്പന ഇവർക്ക് അവിടെ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടു. ഞങ്ങൾ പ്ലാൻ ഇട്ടത് എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു, പക്ഷേ അതിൽ പ്രളയം വന്നിട്ട് അവിടെ മാറ്റി വെച്ചാണ്. പിന്നെ ലക്ഷദ്വീപിലെ ഒരു ടീമിനെ നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തു. അപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ലക്ഷദ്വീപിലെ അവർ ഈ കടമത്ത് ദ്വീപിൽ നിന്ന് ഒരു 17 ആൾക്കാരുടെ സംഘം വന്നു. പിന്നെ നിലമ്പൂർ കാടുകളിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള ഒരു 36 അംഗ സംഘം വന്നിട്ട് ഇവിടെ ഒരു ദിവസം ഓരോ കലാപരിപാടി അവതരിപ്പിച്ചു. അങ്ങനെ ദശവാർഷികം പ്രമാണിച്ച് മാപ്പിളകളിൽ മാത്രമല്ല എല്ലാതരം പരിപാടികളും. ഇപ്പോൾ ഗാന്ധിൻ്റെ ചരമദിനം പ്രമാണിച്ച് ഞങ്ങളൊരു സെമിനാർ നടത്തി. അതിൻ്റെ പുറമെ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരാൾ ശേഖരിച്ച 1000-ഓളം ചിത്രങ്ങൾ, ഫോട്ടോസ്, അദ്ദേഹം പങ്കെടുത്ത പല ചില ഫോട്ടോസ് അന്ന് കളക്ട് ചെയ്ത ഒരാളുണ്ട്. അതിന് ഗിന്നസ് റെക്കോർഡിലൊക്കെ പേര് വന്ന ഒരാളാണ്. അപ്പോൾ ആ ഫോട്ടോസ് ഇവിടെ പ്രദർശനം നടത്തി. പിന്നെ ഗാന്ധി സിനിമ ഞങ്ങൾക്ക് ഇവിടെ വേറൊരു ആക്ടിവിറ്റിയാണ്, ഒരു ടി.എ. റസാക്കിൻ്റെ ഓർമ്മക്കായിട്ട് ഒരു 50 സീറ്റിലൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമാക്കാർ കുട്ടികളെ കാര്യമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നു. പിന്നെ നമ്മൾ തന്നെ ചില സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ ഈ ഗാന്ധിജിൻ്റെ സിനിമ ഒരാഴ്ച പ്രദർശിപ്പിച്ചു. പരിസരത്തെ എല്ലാ സ്കൂളുകളിൽ നിന്നായിട്ട് 50 അംഗങ്ങളുള്ള ബാച്ചുകളായിട്ട് ഒരാഴ്ചയോളം നമ്മുടെ വന്ന ആളുകൾ 2 ഷോ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രദർശനം നടത്തിപ്പോയി. പിന്നെ ഇതിൻ്റെ വേറൊരു ആക്ടിവിറ്റിയാണ് ഒരു ചരിത്ര സാംസ്കാരിക മ്യൂസിയം. ആ മ്യൂസിയത്തിൽ നമ്മൾ മാപ്പിള കലകളുമായി ബന്ധപ്പെട്ട അധികം കളക്ഷൻ നമ്മൾ എടുത്തില്ല, പക്ഷേ മാപ്പിള സംസ്കാരവും നമ്മളെ മറ്റ് പൊതു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ശേഷിപ്പുകൾ ഉണ്ടാവുമല്ലോ. മലബാറിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തുള്ള ഒക്കെ കളക്ഷൻസ്. ഒരാൾ ഒരു മൊയ്തു കീശ്ശേരി എന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ് നമ്മൾ സർക്കാരിൻ്റെ സഹകരണത്തോടെ വാങ്ങിയിട്ട്, ബാക്കി മറ്റ് സാധനങ്ങൾ വളരെ കുറച്ചാണ്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻസിലെ അദ്ദേഹം കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള സാധനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ കളക്ഷനിലെ സാധനങ്ങൾ അവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അത് കുറച്ചും കൂടി മാപ്പിള സംസ്കാരവുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ കൊണ്ടുവെക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫണ്ടിൻ്റെയൊക്കെ ഷോർട്ടേജ് കൊണ്ട് അങ്ങനെ ആലോചനയില്ലാന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും കുട്ടികൾ വന്ന് കണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മ്യൂസിക്കൽ ആർക്കൈവ്സ് ഉണ്ട്. മാപ്പിളപ്പാട്ടുകളുടെ വലിയൊരു ശേഖരം ഞങ്ങൾ ശേഖരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം കുറേ കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു തനത് രൂപമൊന്നും കിട്ടാതെ ആവുമെങ്കിൽ ഒരു ആർക്കൈവ്സ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ന ആളെ നേരത്തെ ഇങ്ങനത്തെ ഒരു പാട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഒറിജിനൽ രൂപം കിട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ സെലക്ഷൻ നമുക്ക് പറ്റും. ചിലതൊക്കെ കുറേ മുമ്പ് ഇന്ന ആൾ എഴുതിയ ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നത് HMV ആണ് ചെയ്തിരുന്നത്, ഇപ്പോൾ അത് എവിടെയും കിട്ടാനില്ല. അപ്പോൾ അത് കിട്ടുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അങ്ങനത്തെ പാട്ട് തമ്മിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ആർക്കൈവ്സ് നമുക്കുണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ പറഞ്ഞാൽ വീഡിയോ അല്ല, ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളൊരു മാപ്പിളപ്പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനലിലൊക്കെ നടക്കണമെങ്കിൽ അയാൾക്ക് ഇപ്പോൾ പുറമേ നിന്നുള്ളതിനേക്കാളും കുറച്ച് റേറ്റ് കുറവുണ്ടാവും. അതായത് നമ്മൾ റേറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല, പക്ഷേ നമ്മൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനത്തിൽ നിന്നൊക്കെ പോയി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു കുറഞ്ഞ നിരക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നില്ല. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ടെക്നീഷ്യൽ സ്റ്റാഫ് ഇല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടെ വല്ലാതെ ഞങ്ങൾക്ക് അതിന് ഓർഡറൊന്നും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സ്റ്റാഫിനൊക്കെ അവർ കൊണ്ടുവരണം. അതായത് സൗണ്ട് എഞ്ചിനീയർ നമുക്കില്ല, മിക്സിങ് അതിൻ്റെ ആളെന്ന്. അപ്പോൾ കോണ്ടന്റ് വരുന്നതുകൊണ്ട് അപ്പം ഇതൊക്കെ ഇല്ല ആളുകൾ അവരെ വിളിക്കും. അപ്പോൾ അവർക്കത് വേറെ ഒന്നും കൊണ്ടുവരങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉപകാരം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതിനേക്കാളും എമൗണ്ട് കൂടിയാലും സുഖാതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ഓർഡർ കിട്ടുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ടെക്നിക്കൽ സൗണ്ട് എഞ്ചിനീയറൊക്കെ നമുക്കങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ പലരോടൊക്കെ ധാരണയാക്കിയിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ആവശ്യം വന്നാൽ വിളിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പരമാവധി കുറഞ്ഞ തിരക്കിൽ തരണം അങ്ങനെയൊക്കെ ചില ആരോട് ധാരണയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ വേണ്ടത്ര ഞങ്ങളെ പ്രതീക്ഷക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുന്നില്ല. അതിന് കുറച്ചുകൂടി ഇതേപോലെ നമ്മളപ്പോഴത്തെ ആളുകൾക്ക് ഇത് പബ്ലിസിറ്റി കൊടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ സംവിധാനം ഉണ്ടെന്ന് അറിയുള്ളൂ. അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും പുറമേ നിന്ന് ആരെങ്കിലും ചെയ്യണമല്ലോ. ചെയ്തിട്ട് ചിലപ്പോൾ ഇതിങ്ങനെ റെക്കോർഡിങ് മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമി റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ സ്റ്റുഡിയോ ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ വീഡിയോയുടെ ഉദ്ദേശത്തിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഈ മാപ്പിളകളുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല കേന്ദ്രമായിട്ട് ഓരോ കൊല്ലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല സപ്പോർട്ടുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ 37 പരിപാടി നടത്തി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റു അക്കാദമിയൊക്കെയാണെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ വേണ്ടി വരും. ഇത് പറ്റുന്നത്
ഇതിനെ വല്ലാതെ ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, ഇതിൻ്റെ അക്കാദമീൻ്റെ സപ്പോർട്ടേഴ്സ്. അപ്പോൾ അവർ നമ്മളെ അക്കാദമിൻ്റെ പരിപാടിയാണ്, നിങ്ങൾക്ക് ഫണ്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ തരുള്ളൂ എന്ന് പറഞ്ഞാലും വന്ന് അവതരിപ്പിക്കാൻ തയ്യാറാവുന്നു. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ മാർച്ച് മാസത്തിൽ ഒരു മഹിളാ മാപ്പിള കലോത്സവം നടത്തി. അപ്പോൾ കുറച്ച് സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു, ഇവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ പൈസ കൊടുത്തില്ല. അവരൊക്കെ ഇപ്പോൾ പെരുന്നാളാകുമ്പോഴേക്കും കിട്ടൂല സാറേ എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും കേസൊന്നുമില്ല, നമ്മൾ ഇനി അടുത്തൊരു പരിപാടി വിളിച്ചാൽ അവർ വരും. കാരണം ഇത് അക്കാദമി നമ്മൾ എല്ലാവരും കൂടി വളർത്തിക്കൊണ്ടിരുന്നതാണെന്നുള്ളൊരു ബോധം ഈ മേഖലയിൽപ്പെട്ടവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ സഹകരിച്ച് എല്ലാവരോടും കൂടി ഒരുപാട് സ്ഥാപനങ്ങൾ അവരെ ഇതിൽ പോകുമ്പോൾ നമുക്ക് ഒരു പേയ്മെൻറ്റും ഇല്ലാതെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഉദാഹരണം പറയാൻ പറ്റുക, ഈ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് അവർ വിളയിൽ ഫസീല ട്രോഫിക്ക് വേണ്ടി അഖില ഇൻ്റർ കോളേജിയേറ്റ് മത്സരം നടത്തി, മാപ്പിളപ്പാട്ട് ആലാപന മത്സരം കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അതിൻ്റെ മൊത്തം ചിലവുകൾ അവരാണ് വഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഫാക്കൽറ്റി പോയിട്ട് ഞങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിയിലെ എക്സ്പെർട്സ് പോയി കണ്ട് അത് വാല്യുവേഷൻ നടത്തുന്നു. എന്നിട്ട് അക്കാദമി സെക്രട്ടറി പോയിട്ട് അതിൻ്റെ ട്രോഫി വാങ്ങിക്കൊടുക്കുന്ന അവരാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സഹകരിക്കുന്നത്, അതായത് അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തണം എന്ന് താല്പര്യം ആ കോളേജിനുണ്ടാവുകയാണ്. അതിൻ്റെ സാമ്പത്തികം മൊത്തം അവർ വഹിക്കുമ്പോൾ പോലും അത് മാപ്പിള കലാ അക്കാദമിൻ്റെയും കൂടി ലേബലിലായിക്കോട്ടെ എന്നുള്ളൊരു ഇതിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാവരും സഹകരണം കിട്ടുന്നത് കൊണ്ട് നല്ല നമുക്ക് ശരിക്ക് നമ്മളെ ഫണ്ടിനനുസരിച്ചല്ല നമ്മളെ ആക്ടിവിറ്റീസ് വരിക. എപ്പോഴും നമ്മൾ സജീവമായി നിൽക്കും. എപ്പോഴും. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു നോമ്പ് തുറക്കലുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മാപ്പിള കലാകാരന്മാരാണ് വരുന്നത്. അവർക്ക് ഇവരെ നോമ്പ് തുറക്കാൻ ഇവിടെ വരേണ്ട കാര്യമില്ല, എവിടെയെങ്കിലും കോഴിക്കോട് കൂടിയാൽ മതി. എന്നാൽ അത് അക്കാദമി മുറ്റത്തായിക്കോട്ടെ എന്നവർ തീരുമാനിക്കുകയാണ്. അതിന് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, അവരൊന്നും തരുന്നില്ല. ഞങ്ങളിവിടെ സ്റ്റാഫ് മെമ്പർമാരുണ്ടെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ. അപ്പോൾ ആ രീതിയിൽ അക്കാദമി അങ്ങനെ സജീവമായി നിർത്താൻ വേണ്ടി എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരുടെയും പിന്തുണ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ഈ ഉദ്യമത്തിനെയും ഞാൻ കണക്കാക്കുന്നു. താങ്ക് യു സർ. ആൻഡ് നമ്മളിപ്പം കാണുന്നത് സെക്രട്ടറി മാത്രമല്ല, ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവിനെയും കൂടിയാണ്, മലപ്പുറത്തിൻ്റെ നാടക പ്രസ്ഥാനം. സാർ ഇങ്ങനത്തെ ബുക്കുകൾ എത്ര എഴുതിയിട്ടുണ്ട് സാർ? ഞാനിപ്പോൾ ഇതുവരെ 18 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊരു പഠനമാണ്. അപ്പോൾ എനിക്ക് മോയിൻകുട്ടി വൈദ്യരെ കുറിച്ചുള്ള ഒരു പഠനത്തിന് അബുദാബി ശക്തി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ അതിൻ്റെ 2ാം പതിപ്പ് ഈ അക്കാദമി ഇറക്കിയിട്ടുണ്ട്. അത് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നെ നോവലുണ്ട്, പിന്നെ ചെറുകഥയുണ്ട്, കവിതയുണ്ട്, പിന്നെ യാത്രാവിവരണം, അവസാനം വന്നതൊരു യാത്രാവിവരണമുണ്ട്. അങ്ങനെ 18 പുസ്തകങ്ങൾ ഇപ്പോൾ ഇതുവരെ വന്നിട്ടുണ്ട്. ഈ അക്കാദമി അതിൽ 1-2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരെ കുറിച്ചുള്ള പുസ്തകം മാത്രമല്ല, ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീർ എന്ന് പറഞ്ഞ ബാലസാഹിത്യം, അങ്ങനെ വൈദ്യരുടെ കൃതികളെ ആസ്പദമാക്കിയുള്ള കൃതികൾ തന്നെയാണ് അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഈ ഒരു സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, വളരെ സന്തോഷം.